വെൽക്കം ബാക്ക് ടു അവർ ഇംഗ്ലീഷ് ക്ലാസ്. സോ എന്താണ് ഓണപരീക്ഷയ്ക്ക് തയ്യാറായിട്ട് പഠിക്കുന്ന സമയമാണല്ലേ? ഓണപരീക്ഷയ്ക്ക് വേണ്ടി വളരെ പ്രധാനപ്പെട്ട ചോദ്യം പഠിപ്പിക്കാനാണ് മിസ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നോക്കടാ, നിങ്ങൾ അതിൽ ആ ചോദ്യം പഠിപ്പിക്കുന്നതിന് മുൻപ് മിസ് മറ്റൊരു സന്തോഷം പറഞ്ഞ് നിങ്ങളെ പറയട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ എല്ലാവരും നമ്മുടെ പൃഥ്വി ബാച്ച് സ്റ്റുഡൻസ് ആണല്ലേ? സോ പൃഥ്വി ബാച്ചിന് പ്രത്യേകത ഒരു വമ്പൻ ഓഫർ എന്തുണ്ട്, സൈലം ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നോക്ക്, ഈ ഒരു ലിമിറ്റഡ് ഈ ഓണത്തിന്റെ ഈ ഒരു സമയത്ത് പൃഥ്വി ബാച്ചിന് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് 20% എന്തുണ്ട്, ഓഫർ ഉണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ഈ പറയുന്ന നമ്പറിൽ 9995 ഇവിടെ നോക്കുക 9995400800 ഈ നമ്പറിൽ എന്ത് ചെയ്യുക, നിങ്ങൾ എത്രയും പെട്ടെന്ന് വിളിക്കുക. കൂടുതൽ വിവരങ്ങൾ ചോദിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഒട്ടും സംശയം വേണ്ട, എന്തൊക്കെയാണോ ഇതുവരെ സ്ഥലത്തിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാ ഫീച്ചേഴ്സും എന്താണ് ഇനി അങ്ങോട്ട് തീർച്ചയായിട്ടും ഉണ്ടാകും. അതുമാത്രവുമല്ല, ഫസ്റ്റ് ക്ലാസ് മുതൽ തന്നെ എന്താ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭ്യമാകും. നിങ്ങൾക്ക് ഒരു തോന്നലുണ്ടാകും, ഓണ എക്സാം കഴിഞ്ഞില്ലേ, ഒരു ടേം കഴിഞ്ഞില്ലേ മിസ്, ഇനി എന്തിനാണ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത്? നെവർ എവർ തിങ്ക് ലൈക്ക് ദാറ്റ്. ബിക്കോസ് നിങ്ങൾക്ക് എന്താണ് എല്ലാ ക്ലാസ്സും ആദ്യത്തെ പാഠം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീണ്ടും പഠിപ്പിച്ച് തരുന്നതായിരിക്കും. അപ്പൊ എത്രയും പെട്ടെന്ന് ബാക്കി ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. ഓക്കെ, എന്തെല്ലാം സംശയങ്ങളുടെ അതൊക്കെ എന്ത് തീർച്ചയായിട്ടും അവർ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇവിടെ നോക്ക്, ട്രെയിൻ കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പാണ് കുറെ കാലം അൻവറ മിസ് ഈ ഒരു ട്രെയിനുമായിട്ട് നടക്കുന്നത് നിങ്ങളുടെ പിന്നാലെ തീർച്ചയായിട്ടും ഒത്തിരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാഠമായതുകൊണ്ടാണ്. ഇവിടെ നോക്ക്, ദ ലിറ്റിൽ എഞ്ചിൻ ദാറ്റ് കുഡ് എന്ന് പറയുന്ന പാഠത്തിൽ ഒരു സംഭാഷണം, ഒരു കൺവേഴ്സേഷൻ നമ്മൾ പഠിക്കണം. ഇത് പഠിക്കാതെ നമ്മൾ പോവരുത്. ഇവിടെ നോക്ക്, the little blue engine helped the little train and she continued the journey. On the way the little train happened to meet the shiny new engine. ഷൈനി ന്യൂ എഞ്ചിൻ എന്താണ്, വലിയ ബമ്പത്തരത്തിലല്ലേ ഷൈൻ ചെയ്ത് പോയതാണ്. ഞാൻ ആളുകളെ മാത്രമേ കേട്ടുള്ളൂ, നിന്നെ പോലെയുള്ള ഫ്രൂട്ട്സ് കാര്യങ്ങളൊന്നും ഞാൻ കേട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഷൈൻ ചെയ്ത് പോയ വ്യക്തിയാണ്. തിരിച്ചു വരുമ്പോൾ ദേ നിൽക്കുന്നത് നമ്മുടെ ലിറ്റിൽ എഞ്ചിൻ എന്താണ് വളരെ സ്മൂത്ത് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ പോകുന്നുണ്ട്. ഇവൻ ഇങ്ങനെ മലയ്ക്ക് അപ്പുറത്ത് എത്തി എന്നൊക്കെയുള്ള സംശയമായിരിക്കും നമ്മുടെ ഷൈനി എഞ്ചിൻ അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഇവർ രണ്ടുപേർ തമ്മിലുള്ള സംഭാഷണം ഇവിടെ നമ്മൾ എഴുതണം. ഇവിടെ നോക്ക് മിസ് എപ്പോഴും നിങ്ങളോട് പഠിപ്പിച്ചു തരുന്ന കാര്യമാണ്, ഒരു സംഭാഷണം നമ്മൾ എഴുതി പഠിക്കുന്ന സമയത്ത്, നമ്മൾ കോൺവെർസേഷൻ ആണ് എഴുതി പഠിക്കുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി എന്താ ചെയ്യേണ്ടത്, നമ്മൾ എന്ത് ചെയ്യണടാ, നമ്മൾ ഒരു ഗ്രീറ്റിങ്ങോട് കൂടി തുടങ്ങണം, ഒരിക്കലും അത് മറന്നു പോരുത്. ഇവിടെ നോക്ക്, അതേപോലെ ഗ്രീറ്റിങ്ങോട് കൂടി തന്നെ നമ്മൾ എൻഡ് ചെയ്യും വേണം. ഇവിടെ നോക്ക്, ഷൈനി എഞ്ചി പറയാണ്, ഹേ യു ആർ ഹിയർ. നീ എങ്ങനെ ഇവിടെ എത്തിയടാ, ഇവിടെ നീയോ? ലിറ്റിൽ എഞ്ചി പറയാം, യെസ് ഐ ആം ഹിയർ. എന്താ എനിക്ക് ഇവിടെ വന്നൂടെ? തീർച്ചയായിട്ടും ഐ ആം ഹിയർ. യെസ്, ഞാനത് ഇവിടെ തന്നെയുണ്ട്. ഹൗ ഡിഡ് യു റീച്ച്? അതിശയം, നീ എങ്ങനെ ഇവിടെ എത്തി? അപ്പൊ നമ്മുടെ ലിറ്റിൽ എഞ്ചിൻ പറഞ്ഞു, ബ്ലൂ എഞ്ചിൻ ട്രെയിൻ ഹെൽപ് മീ. ഒരു നീല എഞ്ചിനുള്ള ഒരു കുഞ്ഞു ട്രെയിൻ അവൻ വന്നു. അവൾ എന്ത് ചെയ്തു, അവളാണ് എന്നെ എന്ത് ചെയ്ത് മലയ്ക്കപ്പുറത്തേക്ക് പിടിച്ചു വലിച്ച് എന്നെ കൊണ്ടുപോയതാ. ഇറ്റ് pulled and dragged me to the mountain. It pulled me. ഇതെന്ത് ചെയ്തു, എന്നെ ഇങ്ങനെ വലിച്ച് എന്ത് ചെയ്തു, ഇറ്റ് dragged എന്നെ വലിച്ച് എങ്ങോട്ട് കൊണ്ടുപോയി, മൗണ്ടെയിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയത് ദ ലിറ്റിൽ എഞ്ചിൻ ആണെന്ന് ആര് പറയാണ്? ഇവിടെ നമ്മൾ എന്താണ് ഷൈനി എഞ്ചിനോട് ലിറ്റിൽ എഞ്ചിൻ പറയാണ്. അപ്പൊ ഷൈനി എഞ്ചിൻ ചോദിക്കാണ്, which one, the blue engine? blue engine, oh that's a little train. അവളൊരു കുഞ്ഞു ട്രെയിൻ അല്ലേ, അവളൊരു ബേബി അല്ലേ, ബേബി ട്രെയിൻ അല്ലേ. how could it pull you? നിന്നെ എങ്ങനെ അവൾക്ക് എന്താണ് വലിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞു? അതിശയം നമ്മുടെ ഷൈനി എഞ്ചിൻ അല്ലേ. അപ്പൊ നമ്മുടെ ലിറ്റിൽ എഞ്ചിൻ പറയാണ്, yes by the blue engine tried hard. യെസ്, നിങ്ങൾ പറഞ്ഞ ശരിയാണ്, പക്ഷെ അവൾ എന്ത് ചെയ്തു, അവൾ വളരെ ഹാർഡ് വർക്ക് ആയിട്ട് അവൾ വളരെ ഹാർഡ് ആയിട്ട് ട്രൈ ചെയ്തു. she did very well. അവൾ എന്ത് ചെയ്തു, ഒത്തിരി പരിശ്രമിച്ച് എന്ത് ചെയ്തു, എന്നെ മലയ്ക്ക് അപ്പുറത്ത് എത്തിച്ചു തന്നു. ഗ്രേറ്റ്. അത്ര വലിയ രസിക്കണമെന്നില്ല ഷൈനി എഞ്ചിൻ അല്ലേ? യെസ്, ഗ്രേറ്റ്, ഗുഡ് ടു സീ യു. നിന്നെ കണ്ടതിൽ ഒത്തിരി സന്തോഷം. അത് പറഞ്ഞ് എന്ത് ചെയ്യാം, ഈ പോയിന്റ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇത്രയും എഴുതി കഴിഞ്ഞാൽ എന്തായി, നമ്മുടെ കോൺവെർസേഷൻ ക്വസ്റ്റ്യൻ എന്തായി ഇവിടെ സെറ്റായി. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, ഒന്നും മറക്കരുത്, ഒരു പോയിന്റും മറക്കരുത്. എന്താണോ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം, ആ ചോദ്യത്തിന് ആപ്റ്റ് ആയിട്ടുള്ള ഉത്തരം എഴുതാൻ നിങ്ങൾ പഠിക്കുക. ഇവിടെ എന്താണ് ഇവർ തമ്മിൽ ചോദിച്ചാൽ, ഇവർ രണ്ട് ട്രെയിൻ കണ്ടാൽ ഒറ്റ കാര്യം ലിറ്റിൽ ട്രെയിനോട് ചോദിക്കാനുണ്ടാവുള്ളൂ, നീ എങ്ങനെ താഴെ എത്തി ഇപ്പുറത്തി എന്നുള്ളത്. അതായിരിക്കണം നമ്മുടെ ആൻസർ കീ. അപ്പൊ ആൻസർ കീ ആണ് ഇവിടെ നമ്മളോട് കൊടുത്തത്. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് ഇത് പഠിക്കുക. ഓക്കെ അല്ലേ? ഇതിലെ മറ്റു ചോദ്യങ്ങളുമായിട്ട് മറ്റു വീഡിയോ ആയിട്ട് വരാം. അപ്പൊ എന്ത് ചെയ്യാ, വെയിറ്റ് ഫോർ മീ. സോ ഇറ്റ്സ് മീ അൻവറ മിസ് ഫ്രം എവിടെ നിന്നാണോ, സാലം ലേണിംഗ്. താങ്ക് യു.